രാത്രിയിലെ ഭക്ഷണമെല്ലാം പാകം ചെയ്യുന്ന കിച്ചൺ ടീമിനെയാണ് ലൈവിൽ കാണിക്കുന്നത്. അങ്ങനെ യമുന ഭക്ഷണമെല്ലാം ഉണ്ടാക്കുമ്പോൾ ഗബ്രി ജാസ്മിന്റെ തോളത്തെല്ലാം കിടന്നുകൊണ്ട് ഓരോ ഗോഷ്ടി കാണിക്കുന്നു. പിന്നീട് ഭക്ഷണമെല്ലാം തയ്യാറായപ്പോൾ യമുന എല്ലാ കുടുംബാംഗങ്ങളെയും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുന്നു. ജാസ്മിനും ഗബ്രിയും അപ്പോൾ ഓംപ്ലേറ്റ് എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എന്നാൽ ഓംപ്ലേറ്റ് എല്ലാം പൊരിച്ച ജാസ്മിൻ ഗ്യാസ് എല്ലാം അവിടെ ഓഫാക്കാൻ മറക്കുന്നു. യമുനയാണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും അപ്പോൾ കിച്ചണിൽ ഉണ്ടെങ്കിൽ പോലും ഗ്യാസ് കത്തുന്നത് കാണുന്നില്ല. ബിഗ് ബോസ് ആണെങ്കിൽ അതെല്ലാം സൂമെല്ലാം ചെയ്തുകൊണ്ട് പ്രേക്ഷകരിൽ എത്തിക്കുന്നുമുണ്ട്. ഒടുവിൽ ഗ്യാസ് എല്ലാം അവിടെ കത്തി കെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആരും അവിടെ അറിയുന്നില്ല ഗ്യാസ് എല്ലാം ഓണാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആഴ്ച ജാസ്മിനുള്ള ചീത്തയെല്ലാം റെഡിയായി. ഗ്യാസ് എല്ലാം ഓണാക്കിയിട്ട് പോയത് എന്തായാലും ലാലേട്ടൻ ചോദ്യം ചെയ്യും. അതുപോലെ ഇത് പവർ ടീം എല്ലാം അറിഞ്ഞാൽ, പ്രത്യേകിച്ച് ജിൻഡു എല്ലാം അറിഞ്ഞാൽ ജാസ്മിന് എന്തെങ്കിലും ഒരു പണിഷ്മെന്റും കിട്ടുമെന്ന് ഉറപ്പായി. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ഓംപ്ലേറ്റ് എല്ലാം പൊരിച്ച് ഫുഡെല്ലാം കഴിക്കുന്ന ജാസ്മിനെയും ഗബ്രിയുമാണ് ലൈവിൽ കാണിക്കുന്നത്. ഇന്നത്തെ മുട്ട ആദ്യം കഴിച്ചത് കൊണ്ട് തന്നെ വീണ്ടും എന്തിനു മുട്ട എടുത്തു എന്നെല്ലാം കുടുംബാംഗങ്ങൾ അവിടെ ചോദ്യം ചെയ്യുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ മുട്ടയല്ല, ഇത് ഞങ്ങളുടെ നാളത്തെ മുട്ടയാണ്. അതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ അവിടെ പാത്രമെല്ലാം കഴുകി വെച്ച് ശ്രീധുവിടെ വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് വെള്ളം തരുമോ എന്നെല്ലാം ശ്രീധുവിന്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട്, നീ കുടിച്ച ബട്ട് ഞാൻ ചപ്പി കുടിച്ചതാണ്, അതിൽ നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അവിടെ വെള്ളം കുടിക്കുന്നു. അത് കണ്ട ഗബ്രിയും അർജുനും അയ്യേ വൃത്തികേടെന്നെല്ലാം പറയുന്നതാണ് ലൈവിൽ കാണിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.